നോക്കാനുള്ളത് ജാവയുടെ ഫീച്ചേഴ്സാണ്. ഇതും കുറച്ച് ബ്ലാ ആണ്. പക്ഷേ ഈ ഫീച്ചേഴ്സിനകത്തുള്ളത് ഒന്നുകിൽ ആ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് വൈ ഈസ് ജാവ എന്ന് പറഞ്ഞ് ആ ക്വസ്റ്റ്യൻ തന്നെ 3 മാർക്സിനോ 4 മാർക്സിനോ ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും 4 ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 4 മാർക്കിന് ചോദിക്കാം. സാധാരണ രീതിയിൽ ജാവയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാറില്ല. ഒരു ജാവയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 95 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഒരു 100 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 95 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ജാവ ഫീച്ചേഴ്സ് ഏതെങ്കിലും ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഫീച്ചേഴ്സ്, അതല്ലെങ്കിൽ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ജാവ, ഇങ്ങനെ പല പേരുകളിലായിരിക്കും ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് എന്യൂമറേറ്റ് ചെയ്യാം. ചിലപ്പോൾ എന്യൂമറേഷൻ ആയിരിക്കാം ചോദിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് വൺ, ഇറ്റ്സ് കമ്പൈൽഡ് ആൻഡ് ഇന്റർപ്രറ്റഡ്. ദെൻ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് പോർട്ടബിൾ. 3, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. 4, റോബസ്റ്റ് ആൻഡ് സെക്യൂർ. 5, ഡിസ്ട്രിബ്യൂട്ടഡ്. 6, സിമ്പിൾ, സ്മോൾ ആൻഡ് ഫെമിലിയർ ആണോ എന്ന് എനിക്കൊരു ഉറപ്പില്ല. മൾട്ടി ത്രെഡഡ് ആൻഡ് ഇന്ററാക്റ്റീവ്. ഹൈ പെർഫോമൻസ്, ഡൈനാമിക് ആൻഡ് എക്സ്റ്റൻസിബിൾ. ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഒന്നെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ജാവ എന്ന് ചോദിക്കാം. ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഫീച്ചർ എടുത്ത് വൈ ജാവ ഈസ് നോൺ ആസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ്, അല്ലെങ്കിൽ വൈ ജാവ ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ജാവ ബസ് വേർഡ്സ്, അങ്ങനെയും ഇതിനെ വിളിക്കാറുണ്ട്. ദീസ് ആർ ജാവ ബസ് വേർഡ്സ്. എക്സ്പ്ലെയിൻ എനി 3 ജാവ ബസ് വേർഡ്സ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വൈ ആർ വി ഗോയിങ് ഫോർ ജാവ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഡയമെൻഷൻസ് ഉണ്ട് ഈ ഒരു ഉത്തരം എഴുതുമ്പോൾ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിനെല്ലാത്തിനും അഡ്വാൻറ്റേജസ് ഓഫ് ജാവ ചോദിച്ചാലും എല്ലാത്തിനും നിങ്ങൾക്ക് ഈ ഉത്തരങ്ങളായിരിക്കും എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നൗ ഇതിൻ്റെ ഓരോന്നും എന്തുകൊണ്ട് എന്നുള്ളൊരു ബേസിക് ഐഡിയ, അതിന് നമുക്കൊരു ബേസിക് ഐഡിയ മാത്രം മതി എന്നുള്ളതുകൊണ്ട് പ്രോഗ്രാമിംഗ് ഏരിയ വിട്ടിട്ട് തിയറി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുവാണ്. ഫസ്റ്റ് വൺ, കമ്പൈൽഡ് ആൻഡ് ഇന്റർപ്രറ്റഡ്. നമ്മൾ ഇതുവരെ കണ്ടതിൽ കൂടെ ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ പ്രോഗ്രാമിംഗ് എന്തായാലും അറിയായിരിക്കും. വേറെ കുറച്ച് പേർക്ക് വേറെ പ്രോഗ്രാമിംഗ് ഒക്കെ അറിയാമായിരിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു രീതി, കമ്പൈലർ. സിയിൽ എങ്ങനെയായിരുന്നു, നമ്മളൊരു കമ്പൈലർ എടുത്തു, നമ്മൾ പ്രോഗ്രാമിംഗ് എഴുതി, പ്രോഗ്രാം ചെയ്ത് കമ്പൈലർ എടുത്തിട്ട് കമ്പൈലർ എന്തൊരു EXE ഫയൽ ക്രിയേറ്റ് ചെയ്യും, അതായത് എക്സിക്യൂട്ടബിൾ ഫയൽ ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫോർമാറ്റിലാണ്, മെഷീൻ ലാംഗ്വേജിൽ കറക്റ്റ് ചെയ്ത് ഒരെണ്ണം എടുത്തു വച്ചിരിക്കും. അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ജാവ പ്രോഗ്രാമിനകത്ത് സംഭവം എന്ന് പറയുന്നത് അവിടെ ഒരു കമ്പൈലർ ഇന്റർപ്രറ്റർ സിസ്റ്റമാണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലർ കമ്പൈൽ ചെയ്ത്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്, കമ്പൈൽ ചെയ്ത് ഇറ്റ് ക്രിയേറ്റ്സ് എ ബൈറ്റ് കോഡ്. ബൈറ്റ് കോഡാണ് ഇത് കഴിഞ്ഞ് കമ്പൈൽ ചെയ്തിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ സിയിൽ കറക്റ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു റിസൾട്ട്, ഒരു മെഷീൻ കോഡ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ ഒരു EXE ഫയൽ ആയിരുന്നെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ആകുന്ന ഒരു ബൈറ്റ് കോഡാണ്. ആ ബൈറ്റ് കോഡിനെ പിന്നെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റി നമുക്ക് റൺ ചെയ്യുന്നത്. അതെല്ലാം ചെയ്യുന്നത് ജാവ ഇൻ്റർപ്രറ്റർ ആയിരിക്കും. അപ്പോൾ ആദ്യം കമ്പൈൽ ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജിലുള്ള കോഡല്ല, പകരം ഒരു ബൈറ്റ് കോഡാണ്. ബൈറ്റ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. അത് ഓരോ മെഷീനനുസരിച്ചും മാറ്റി ചെയ്യുന്നത് ജാവ ഇൻ്റർപ്രറ്റർ ആണ്. ആ വേർഡ് ഇനി നമ്മൾ ഇതിന് ത്രൂ ഔട്ട് നമ്മൾ കാണും. ബിക്കോസ് ബൈറ്റ് കോഡ് എന്ന് പറയുന്ന ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് ജാവ തുടക്കത്തിൽ തന്നെ ഒരുപാട് ഹിറ്റായത്. Then comes platform independent and portability. Platform independent and portability, അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് കാണും. അതിന് മുമ്പ് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസി? എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് വിൻഡോസിനകത്ത് ടർബോ C എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ടർബോ C എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്ത് ഈ സെയിം പ്രോഗ്രാം നമ്മൾ ലിനക്സിൽ, നമ്മുടെ കോളേജിലൊക്കെ ലിനക്സ് ആയിരുന്നു, ലിനക്സ് പ്രോഗ്രാമിൽ എഴുതിയ ആ പ്രോഗ്രാം എടുത്തുകൊണ്ട് ഇതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക്. അല്ലെങ്കിൽ ആ EXE ഫയൽ കോപ്പി ചെയ്തുകൊണ്ട് വന്ന് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ആ EXE ഫയൽ കോപ്പി ചെയ്തുകൊണ്ടൊന്ന് ഇവിടെ വച്ച് റൺ ചെയ്യാൻ നോക്കിയാൽ ഇറ്റ് വോണ്ട് വർക്ക്. ബിക്കോസ് ദേ ആർ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻറ്റ്.
അപ്പോൾ ആ ഒരു ഫീച്ചർ ഇവിടെ കവർ ചെയ്യാൻ വേണ്ടി ഇവിടെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ് ജാവ. ബിക്കോസ് എന്നുള്ളതിൻ്റെ റീസൺ നമ്മൾ ത്രൂ ഔട്ട് കാണും. അപ്പോൾ ജാവ എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ എവിടെ വേണോ അത് റൺ ചെയ്യാം. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ചേഞ്ചസോ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സോ ഒന്നും ആ പ്രോഗ്രാമിനെ എഫക്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ട് ഞാനിതിങ്ങനെ ഓരോന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാർക്കിന് നമ്മൾ എഴുതണമെങ്കിൽ ഈ കണ്ടൻസ് എല്ലാം വേണം, എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് ഇതിനെ 20 ലാംഗ്വേജ് ആയത്. ഇനി വരുന്നത് എങ്ങനെ ഈ പോർട്ടബിലിറ്റി എങ്ങനെ സംഭവിച്ചു? ഒന്നാമത്തെ റീസൺ ബൈറ്റ് കോഡ്. ദ സെയിം തിങ് നമ്മൾ നേരത്തെ കണ്ട ബൈറ്റ് കോഡാണ് ഇവിടുത്തെ ഏറ്റവും ഹീറോ ആയിട്ട് ബുക്ക് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്പൈൽ ചെയ്തൊരു മെഷീൻ കോഡ് ആക്കുമെന്ന് പറഞ്ഞല്ലോ. അത് ആ മെഷീൻ കോഡ് ആക്കുമെന്ന് പറയുന്നത് എന്താ? നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം ഇരിക്കുന്ന ആ സിസ്റ്റത്തിൻ്റെ OSൻ്റെയും പ്രോസസ്സറിൻ്റെ ഹൈലൈറ്റ്സും എല്ലാത്തിൻ്റെയും ബേസ് ചെയ്തിട്ട് ഒരു കോഡായിരിക്കും. അത് ഒരിക്കലും വേറൊരു പ്രോസസ്സറിൽ വർക്ക് ചെയ്യില്ലല്ലോ. സിമ്പിൾ ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാകും. പകരം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ? ഒരു ബൈറ്റ് കോഡാണ്. ആ ബൈറ്റ് കോഡ് എവിടെ വേണോ വർക്ക് ചെയ്യും. അതിൻ്റെ കറസ്പോണ്ടിങ് മെഷീൻ കോഡ് എപ്പോഴേ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ? ജാവ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. അത് ഓരോരോ മെഷീനിലും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ആദ്യത്തെ ആ ഒരു സെറ്റപ്പ് ഒരുപോലെ തന്നെ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാകും, നമ്മൾ പഠിച്ചപ്പോൾ ഡേറ്റ ടൈപ്സ് നമ്മൾ പറഞ്ഞപ്പോൾ ക്യാരക്ടറിന് 1 ബൈറ്റ്, ഇൻറ്റീജറിന് 2 ബൈറ്റ്, ഫ്ലോട്ടിന് 4 ബൈറ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ മിക്കവാറും നിങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ ഒരു പ്രോസസ്സർ 32-bit പ്രോസസ്സറിനാണ്. വേറൊരു പ്രോസസ്സറാണ് എങ്കിൽ ക്യാരക്ടറിന് ചിലപ്പോൾ 2 ബൈറ്റ് ആവാം, ഇൻറ്റീജറിന് ചിലപ്പോൾ 4 ബൈറ്റ് ആവാം, അലോങ് ഫ്ലോട്ടിനാണെങ്കിൽ 8 ബൈറ്റ് ആവാം. അങ്ങനെ വേരിയേഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഓരോ പ്രോസസ്സറിനനുസരിച്ച് ഓരോ ഡേറ്റ ടൈപ്പിന് കൊടുക്കുന്ന സൈസ് വ്യത്യാസമായിരുന്നു. പക്ഷേ ഇവിടെ ജാവ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏത് ഡേറ്റ ടൈപ്പ്, പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിൽ എല്ലായിടത്തും ആ സൈസ് എന്ന് പറയുന്നത് ഇത്ര സൈസാണ്. അതിപ്പോൾ വിൻഡോസിലായാലും 32-bit OSലായാലും 64-bit OSലായാലും ഏതിലായാലും സെയിം ആണ്. ആൻഡ് ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് നോൺ ആസ് വോള പ്രോഗ്രാംസ്. മീൻസ് റൈറ്റ് വൺസ്, റൺ എനിവെയർ. ഒരിക്കൽ എഴുതുക, എവിടെ വേണോ നമുക്കത് റൺ ചെയ്യാം. ദെൻ കംസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ സ്ഥിരം വേണമെങ്കിൽ ചോദിക്കാം, വൈ ഈസ് ജാവ നോൺ ആസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജാവ എപ്പോഴും നമ്മുടെ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോഴും അതൊരു ക്ലാസ് ക്ലാസിൻ്റെയും ഒബ്ജക്ട്സിൻ്റെയും വേർഡ്സിലാണ് എഴുതുന്നത്. നമ്മൾ ക്ലാസ്സും ഒബ്ജക്ട്സും പഠിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ. നമ്മുടെ ആ ഒരു UML കൺസെപ്റ്റിൻ്റെ ബേസിൽ എന്താണ് ക്ലാസ് എന്നും എന്താണ് ഒബ്ജക്ട്സ് എന്നും. നമ്മൾ ജാവ പ്രോഗ്രാം ചെയ്യുമ്പോൾ, ജാവ പ്രോഗ്രാമിംഗ് നമ്മൾ എഴുതുമ്പോൾ എല്ലാം നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ, അതായത് ഇപ്പോൾ ഒരു പ്രൈം നമ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ സാധാരണ രീതിയിൽ ഒരു നമ്പർ പ്രൈം ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു പ്രൈം ക്ലാസ് അതിനകത്ത് എഴുതിയിട്ട് നമ്പറാണോ അല്ലയോ എല്ലാം ഒരു ക്ലാസ്സിനകത്താണ് ഫുൾ കോഡും വരുന്നത്. നമ്മൾ കണ്ടു നമ്മുടെ ഈ പ്രോഗ്രാംസിനകത്ത് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞ് എഴുതുന്നു, ബാക്കി ഫംഗ്ഷൻസ് സിയിൽ വോയിഡ് മെയിൻ എന്ന് എഴുതുന്നു, ബാക്കി ഫംഗ്ഷൻസ് വേറെ ആയിട്ട് എഴുതുന്നു, വേറെ ഫംഗ്ഷൻസ് ആയിട്ട്. പക്ഷെ ഇവിടെ എന്തെഴുതിയാലും അതെല്ലാം ഒരു ക്ലാസ്സിനകത്തായിരിക്കും എഴുതുന്നത്. എന്തും ആണെങ്കിലും എല്ലാം ഒരു ക്ലാസ്സിനകത്ത് നമ്മളൊരു പ്രോഗ്രാം സ്ട്രക്ചർ വരുമ്പം ക്ലിയർ ആവും. പിന്നെ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വൈ ഈസ് ജാവ നോൺ ആസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നല്ല മാർക്കിനാണുള്ളതെങ്കിൽ ജസ്റ്റ് ഇത്രയും മാത്രം എഴുതിയാൽ പോരാ. ഒബ്ജക്ട്സിനും ക്ലാസ്സസും ഉണ്ടാവും, അത് വെച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളതൊന്നും എഴുതിയാൽ പോരാ. നമ്മളൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് പഠിച്ചില്ലേ? എൻക്യാപ്സുലേഷൻ, പിന്നെ ആബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അതെല്ലാം ജാവ സപ്പോർട്ട് ചെയ്യണമെന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. മാർക്ക് കൂടുതലാണെങ്കിൽ അതൊക്കെ എന്താണെന്നൊരു ഷോർട്ട് ടേം നമ്മൾ ആ സോഫ്റ്റ്വെയറിൽ പഠിച്ച ആ സെയിം തിയറി ഇവിടെ എഴുതി വെച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. ബാക്കി നമ്മൾ പതിയെ ഈ ഒരു ഫുൾ സിലബസ് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കി പഴയ ഹൗ ഈസ് ഇറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, അതിൽ ഈ ജാവ പ്രോഗ്രാമിങ്ങിൽ എവിടെ എൻക്യാപ്സുലേഷൻ വരുന്നു, എവിടെ അബ്സ്ട്രാക്ഷൻ വരുന്നു, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. പേടിക്കേണ്ട.
ദെൻ നെക്സ്റ്റ് കംസ് റോബസ്റ്റ് ആൻഡ് സെക്യൂർ. റോബസ്റ്റ് ആൻഡ് സെക്യൂർ എന്ന ആ ഒരു പെർട്ടിക്കുലർ വേർഡിന് താഴെ എന്തൊക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ജാവയിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ മറ്റേ പ്രോഗ്രാമിംഗ് എഴുതുമ്പം അറിയാലോ, നമുക്ക് സി പ്രോഗ്രാമിങ്ങിനകത്ത് ഇപ്പോൾ ഒരു സം ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞായിരുന്നു ഏതൊക്കെ പ്രോഗ്രാം, നമ്മുടെ പാലിൻഡ്രോമിൻ്റെ പ്രോഗ്രാം ആയാലും ഒക്കെ എഴുതുമ്പോഴും ആദ്യമേ സം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യുമായിരുന്നു. എന്തിനായിരുന്നു അത്? ഗാർബേജ് വാല്യൂ കയറി സമ്മിനകത്ത് നേരത്തെ സെറ്റ് ആവാതിരിക്കാൻ. അങ്ങനെയെല്ലാം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഗാർബേജ് ഇഷ്യൂസ് അത് ഇവിടെ കുറവാണ്. ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞ് ഒരു വർക്കിംഗ്, അല്ലെങ്കിൽ ഗാർബേജ് കളക്ടർ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഇവിടെ ഇതിനകത്തുണ്ട്. ഓരോ വട്ടവും കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ മെമ്മറി ഫ്രീ ആക്കുന്ന രീതിക്കുള്ള കാര്യങ്ങളെല്ലാം ജാവ പ്രോഗ്രാമിങ്ങിനകത്ത് ഉണ്ട്. പിന്നെ അതല്ലാതെ പക്ഷേ ഈ പറയുന്ന ആ ഒരു ഗാർബേജ് കളക്ഷനൊക്കെ എന്ന് പറയുന്നത് ഹയർ ലെവൽ പ്രോഗ്രാമിങ്സിൽ നമ്മൾ ഇത് വെച്ചിട്ട് നിങ്ങൾ അടുത്ത് വിട്ട് പാലിൻഡ്രോം എഴുതുമ്പം സാധാരണ ഒരു ജാവ പ്രോഗ്രാം എഴുതുമ്പം നമ്മൾ സാധാരണ എഴുതും പോലെ സം ഈസ് ഈക്വൽ ടു 0 ഇട്ട് തന്നെ പോവും. പക്ഷേ ഹയർ ലെവലിലേക്ക് പോകുമ്പം നമുക്ക് ഈ ഗാർബേജ് കളക്ടറിൻ്റെ ഫങ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. പിന്നെ അതിനകത്ത് വരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. എക്സെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മാറ്റി നിർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സീനകത്ത് എറർ വന്നാൽ എന്ത് സംഭവിക്കും? പ്രോഗ്രാമിന് തോന്നുന്ന പോലെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ടെർമിനേറ്റ് ആവും, അല്ലെങ്കിൽ ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിലേക്ക് പോകും. അതൊക്കെ തടയാൻ, അങ്ങനെ പ്രോഗ്രാമിൽ എറർ വന്നാലും പ്രോഗ്രാമിൽ എറർ വരാൻ ചാൻസ് ഉള്ള ആ ഭാഗമുള്ള കോഡിനെല്ലാം നമുക്ക് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ചെയ്ത്, അതും ഒരു മെത്തേഡാണ്, നമ്മളിനി പഠിക്കുമ്പോൾ കുറേ കൂടെ ക്ലിയർ ആകും. ആ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ടെക്നിക്കും എല്ലാം ഉള്ളത് കൊണ്ട് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ജാവ എന്ന് പറയുന്ന കോഡ് കുറച്ചുകൂടെ സെക്യൂർ ആണ്. പിന്നെ അടുത്തൊരു സെക്യൂരിറ്റി ബേസിസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റേഴ്സ് ഇല്ലേ, നമ്മുടെ സീല പോയിൻറ്റേഴ്സ്, അത് ജാവയിൽ ഇല്ല. സീല പോയിൻറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അത് നല്ല യൂസ്ഫുൾ ആണ്, എല്ലാം നമ്മൾ അവിടെ പഠിച്ചു. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അവിടുത്തെ വൈൽഡ് പോയിൻ്റർ അല്ലെങ്കിൽ ഡാംഗ്ലിംഗ് പോയിൻ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മെമ്മറി റെഫറൻസസിലുള്ള പ്രശ്നം. അതെവിടെയെങ്കിലും കയറി റെഫർ ചെയ്യാം, ചിലപ്പോൾ നള്ളായിരിക്കും റെഫർ ചെയ്യുന്നത്, അതുവഴി വരുന്ന ആ മെമ്മറി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാം. ആ പ്രോബ്ലംസ് എല്ലാം നമ്മൾ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെയില്ല. ദെൻ കംസ് ഡിസ്ട്രിബ്യൂട്ടഡ് മീൻസ് നമുക്ക് നെറ്റ്വർക്കിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ജാവ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഹയർ ക്ലാസ്സസിൽ വരുമ്പം ജാവ വച്ചിട്ട് നിങ്ങൾ ഒരു പർട്ടിക്കുലർ നമ്മുടെ കോളേജിലെ ലാബിലൊക്കെ ഇരിക്കുന്ന പോലെ രണ്ട് സിസ്റ്റംസ് തമ്മിൽ നമ്മൾ ലാൻ വഴി കണക്ട് ചെയ്തേക്കുന്നത്, ഡയറക്റ്റ് നമ്മളൊരു ക്ലയൻറ്റ് സെർവർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യിക്കുന്ന പ്രോഗ്രാം എല്ലാം നമ്മൾ ചെയ്യും. അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ജാവ പ്രോഗ്രാമിംഗ് തന്നെയാണ്. നമ്മൾ അവിടെ ജിമെയിൽ പോലെ ഒരു ചെറിയ മെയിൽ ബോക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒരു ചാറ്റ് ബോക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിക്കും. അത് നിങ്ങളുടെ ഹയർ ലെവൽ ഓഫ് പ്രോഗ്രാമിങ്ങിൽ വരുമ്പം നിങ്ങൾ എന്തായാലും വർക്കൗട്ട് ചെയ്യും. അവിടത്തെയും ബേസ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ജാവ തന്നെയാണ്. പിന്നെ വരുന്നത് സിമ്പിൾ ആൻഡ് സ്മോൾ എന്ന് പറയുന്നത് തൽക്കാലം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരിക്കലും തോന്നത്തില്ല സിമ്പിളാണ് സ്മോൾ ആണെന്ന് ഒരിക്കലും തോന്നത്തില്ല. അത് നിങ്ങളുടെ തെറ്റല്ല. നമ്മൾ പിന്നെ പഠിച്ച് വരുമ്പോഴേക്കും സ്ഥിരം പറയുന്ന ഒരു വേർഡാണ് ജാവ സിമ്പിളാണ്. പക്ഷേ അത് നമ്മൾ പഠിച്ച് നന്നായിട്ടൊന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും കുഴപ്പമില്ല എന്ന് തോന്നും. കാരണം ഒരുവിധം ഫങ്ഷൻസ് എല്ലാം ഈ ഹെഡർ ഫയൽസ് എല്ലാം പോലെ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫങ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, കൊടുക്കുക എന്നുള്ള പണി മാത്രമേ യൂസേഴ്സിനുള്ളൂ. അത് നമ്മൾ വരെ നമുക്ക് മനസ്സിലാകും. ദെൻ കംസ് മൾട്ടി ത്രെഡഡ് ആൻഡ് ഇൻ്ററാക്റ്റീവ് മീൻസ് ഒരു പ്രോഗ്രാം കുറച്ചുകൂടെ സ്പീഡി ആയിട്ടും ഇൻറ്ററാക്റ്റീവ് ഗ്രാഫിക്സോട് കൂടിയും ചെയ്യാൻ ജാവയിൽ പറ്റും. ഇതും നമ്മൾ എങ്ങനെയാണ് മൾട്ടി ത്രെഡിങ് എങ്ങനെ നടക്കുന്നു, മൾട്ടി ത്രെഡിങ് എന്ന് പറയുമ്പം ഒരെണ്ണം പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതെങ്ങനെ നടക്കുന്നു, ഇൻറ്ററാക്റ്റീവ് ഗ്രാഫിക്സ് ഡിസ്പ്ലേ ഒക്കെ വരുമ്പോൾ എങ്ങനെ നടക്കുന്നു, എല്ലാം വിത്ത് പ്രോഗ്രാം നമ്മൾ പഠിക്കും. ദെൻ കംസ് ഹൈ പെർഫോമൻസിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് ബൈറ്റ് കോഡ് തന്നെയാണ്. ബൈറ്റ് കോഡ് ഉള്ളതുകൊണ്ട് എളുപ്പം നടക്കും. ദെൻ കംസ് എഗെയിൻ ഹൈ പെർഫോമൻസിൻ്റെ ഒരു ഐഡിയയും കൂടെ വരുന്നതെന്ന് വെച്ച് കഴിയുന്നത് മൾട്ടി ത്രെഡിങ് തന്നെയാണ്. ദെൻ കംസ് ഡൈനാമിക് ആൻഡ് എക്സ്റ്റെൻസിബിൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ജാവ പ്രോഗ്രാമിംഗ് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് ജാവ പ്രോഗ്രാമിങ്ങിനകത്ത് നിന്ന് തന്നെ നമുക്കൊരു സി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം,
എഗെയിൻ ജാവ പ്രോഗ്രാമിങ്ങിനകത്ത് നിന്ന് തന്നെ നമുക്ക് സിയിലെ മെത്തേഡ്സ് നമുക്ക് കോൾ ചെയ്യാം. എഗെയിൻ ജാവ പ്രോഗ്രാമിങ്ങിനകത്ത് നിന്ന് തന്നെ ഒരു ഡേറ്റാബേസ് എന്താണ്, ഡേറ്റാബേസിൻ്റെ വർക്കിംഗ് എന്താണ്, അതൊക്കെ നമ്മൾ ഇനി പിന്നെ നിങ്ങൾക്കൊരു സബ്ജക്റ്റ് തന്നെ ഉണ്ടാവും, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഏറ്റവും എളുപ്പമുള്ള നല്ലൊരു സബ്ജക്റ്റാണത്. അതിനകത്തുള്ള ആ ഡേറ്റാബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു ഡേറ്റാസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലം, അതിൽ നിന്ന് വാല്യൂസ് എടുക്കാനും അങ്ങനെ നമുക്ക് റിയൽ വേൾഡ് ആയിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതും എല്ലാം ഈ ജാവ വെച്ചിട്ട് നടക്കും. ഇത്രയുമാണ് ബേസിക്സ് ഓഫ് ജാവ എന്ന് പറയുന്നത്, ജാവ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഹെർബർട്ട് ഷെൽഡിറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ ഇട്ടേക്കുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതെല്ലാം ഈ ബസ് വേർഡ്സ് എന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് സിംഗിൾ വേർഡ്സിൽ. ഇപ്പോൾ ഒരു 4 മാർക്സിനൊക്കെ ചോദിക്കുവാണെങ്കിൽ ഇതിലുള്ളൊരു 5 6 എഴുതി ഇതിൻ്റെ ഒരു കൊഞ്ഞ് റെപ്രസെൻറ്റേഷൻ തന്നെ, 1 ലൈൻ എക്സ്പ്ലനേഷൻ തന്നെ മതിയാകും.